സഞ്ജു എന്താ പറയാ 4 ഓവർ 5 ഓവർ നിന്ന് പോട്ടെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 5 ഓവറെങ്കിലും ഒന്ന് കളിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ക്രിട്ടിക്സും ട്രോളുകളും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ആ ഒരു ന്യൂസിലൻഡ് സീരീസും അതിന് മുന്നിലുള്ള സീരീസൊക്കെ ആയിട്ട് കേട്ടോണ്ടിരിക്കുന്നതാണ്. അപ്പം ആ ഒരു സംഭവത്തിന്റെയൊക്കെ വാ അടപ്പിച്ചിട്ടുള്ളൊരു ഇന്നത്തെ മാച്ചായിരുന്നു. കാരണം എന്ന് വെച്ചാൽ 4-5 ഓവർ അല്ല, ഓൾമോസ്റ്റ് 20 ഓവർ ബാറ്റ് ചെയ്തു. ഫസ്റ്റ് ഇറങ്ങിയ ആള്, ഓപ്പണിംഗിൽ ഇറങ്ങിയ ആള് 20 ഓവേഴ്സ് വരെ ബാറ്റ് ചെയ്തിട്ട് 5 വിക്കറ്റ് പോയിട്ടും ആള് നോട്ട് ഔട്ട് ആയിട്ട് നമ്മൾ ചെയ്സ് ചെയ്ത് ജയിച്ചു. അവിടെയാണ് സംഭവം. ചെയ്സ് ചെയ്തിട്ട് ആള് എഗെയിൻ, നമ്മളെപ്പോഴും പറയാറുണ്ട് സഞ്ജു സാംസൺ സെൽഫിഷ് പ്ലെയർ അല്ല, സെൽഫ്ലെസ് പ്ലെയർ ആണ്. അത് എഗെയിൻ ഇന്ന് തെളിയിച്ചിട്ടുണ്ട്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ സഞ്ജു വേണമെങ്കിൽ ഇന്ന് സെഞ്ചുറി അടിക്കായിരുന്നു. പക്ഷെ അതല്ല, സഞ്ജു കളിക്കേണ്ട സ്ഥലത്ത് കറക്റ്റായിട്ട് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത്, പിന്നെ അതുപോലെ തന്നെ അധികം എന്താ പറയുക അഗ്രഷനോടുകൂടി കളിക്കാതെ മെച്ചോർഡായിട്ട് കളിച്ച്, അഗ്രഷൻ ആവേണ്ട സ്ഥലത്ത് മാത്രം അഗ്രഷനായി. ഷോട്ട്സ് ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു, നല്ല ക്ലാസിക് ഷോട്ട്സ് ഉണ്ടായിരുന്നു. ആൻഡ് അതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 12 4-ഉം 4 6-ഉം ആണ് അടിച്ചത്. അതിൽ തന്നെയാണ് ഏറ്റവും വലിയ ഡിഫറൻറ്റ്. കാരണം സഞ്ജു സാംസൺ ബാറ്റ് ചെയ്യുന്ന സമയത്ത് 6-ന്റെ എണ്ണായിരിക്കും കൂടുതൽ, 4 അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇത് 12 4-ഉം 4 6-ഉം ആണ്. അവിടെ തന്നെ മനസ്സിലാക്കാം സഞ്ജു ഇന്ന് എങ്ങനെയാണ് കളിച്ചിട്ടുള്ളത് എന്നുള്ളത്. എന്തായാലും ഇന്നത്തെ മാച്ചോടുകൂടി നമ്മൾ സെമി ഫൈനലിലോട്ട് കടന്നിരിക്കുകയാണ്. കാരണം ഇന്നത്തെ മാച്ചിൽ വേറെ ആരെക്കുറിച്ചും പറയാനില്ല. കാരണം ഇവൻ ബോളിംഗ് സമയത്താണെങ്കിലും നമ്മൾ സഞ്ജു 2 ക്യാച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇന്നൊരു കംപ്ലീറ്റ് സഞ്ജു സാംസന്റെ ഒരു എന്താ പറയുക, നമ്മളല്ലേ ചില സിനിമയൊക്കെ ഉണ്ടാവില്ലേ, കംപ്ലീറ്റ് ഹീറോയിക് മൂവി ആയിരിക്കും. അതിൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും അവർക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. അതുപോലെയായിരുന്നു ഇന്നത്തെ സഞ്ജുയുടെ ആ ഒരു ഇന്ത്യയുടെ മാച്ച് എന്ന് പറയാം. അങ്ങനെ എന്തായാലും നമ്മളെ ഇന്ത്യ സെമി ഫൈനലിലോട്ട് കടന്നിരിക്കുകയാണ്. ഇനി അടുത്ത മാച്ച് ഇംഗ്ലണ്ടിന്റെ കൂടെയാണ്. നമ്മൾ ഇംഗ്ലണ്ടിന്റെ കൂടെ എഗെയിൻ എനിക്ക് തോന്നുന്നു 2024 ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് തന്നെയായിരുന്നു തോന്നുന്നു സെമി ഫൈനൽ. അപ്പോൾ എഗെയിൻ ഒരു റിപ്പീറ്റ് സെമി ഫൈനലാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അന്ന് ജയിച്ച പോലെ തന്നെ ഇത്തവണയും നമുക്ക് ജയിക്കാൻ പറ്റട്ടെ. എന്തായാലും ഈ ഒരു ടീമിന് ഇനി ഒരു അഴിച്ചുപണീന്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ മാച്ചിൽ നമ്മൾ ഈ ഒരു ടീം കൊണ്ട് തന്നെയാണ് അടിപൊളിയായിട്ട് ജയിച്ചത്. ആൻഡ് ഇന്നത്തെ മാച്ചും ജയിക്കാൻ പറ്റി. പിന്നെ എടുത്ത് പറയേണ്ട ഒരു സംഭവമുണ്ട്, നമ്മൾ ഒരു പ്ലെയറെയും 5 6 അല്ലെങ്കിൽ 8 മാച്ചസ് കൊണ്ട് വിലയിരുത്താൻ പാടില്ല. ആ പ്ലെയർ എപ്പോഴെങ്കിലും ഒരു കംബാക്ക് നടത്തും. ആൻഡ് ആ കംബാക്കിലൂടെ മാച്ച് വിന്നിംഗ് ആയിട്ടുള്ള ഒരു നോക്ക് തന്നെ ആ പ്ലെയർ നടത്തുകയും ചെയ്യുന്നുള്ളത് ഇന്നത്തെ മാച്ച് കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മാച്ചിൽ അഭിഷേക് ശർമ്മ 50 അടിച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുന്നേ അഭിഷേക് ശർമ്മക്ക് ഒരുപാട് ക്രിറ്റിസിസം ഉണ്ടായിരുന്നു ഡക്കുകൾ അടുത്തടുത്ത് വന്നപ്പം. ആൻഡ് അങ്ങനെയല്ല, നമ്മൾ ഓരോ ഈവൻ സൂര്യകുമാർ യാദവ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. കാരണം ഓൾമോസ്റ്റ് 20+ മാച്ചസ് വലിയ സ്കോർ ഇല്ലാതെ ലാസ്റ്റ് ആള് കളിച്ച് വന്നിട്ടുള്ള ഒരു സമയമായിരുന്നു ന്യൂസിലാൻഡ് സീരീസിൽ ഉണ്ടായിരുന്നത്. ആൻഡ് അഗെയിൻ സഞ്ജുവിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഒരുപാട് ക്രിറ്റിക്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ആള് ഒരു ഗംഭീര കംബാക്കിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇനി ഇത് അങ്ങോട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ. അപ്പോൾ എന്തായാലും അടുത്ത മാച്ചിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് സെമി ഫൈനൽ.